ഹായ് ഹലോ എല്ലാവർക്കും അമ്മു സനൂസ് യൂട്യൂബ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിന് 2 പാർട്ടായിട്ടാട്ടോ ഈ വീഡിയോ ഇറക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെരിന്തൽമണ്ണയിലേക്ക് ഒരു എന്താ പറയുക, സാധാരണ മക്കൾക്കിടാനുള്ള വീട്ടിലിടാനുള്ള ഡ്രസ്സ് തിരഞ്ഞു പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വിലക്കിഴിവുള്ള കടകളാണല്ലോ നോക്കുക. ഞാൻ അങ്ങനെ കേട്ടോ നോക്കൽ. അപ്പോൾ അതാ വിലക്കിഴിവുള്ള കട എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇറങ്ങിയതാണ്. അപ്പോൾ 2 സെക്ഷനായിട്ടാട്ടോ ഈ കട നടത്തുന്നത്. ഈ ഭാഗത്ത് പാത്രങ്ങളും കുറേ നമുക്ക് ആവശ്യമുള്ള പല സാധനങ്ങളുണ്ട്. മറ്റേ ഭാഗത്ത് ഡ്രസ്സുകളുടെ ഒരു സെക്ഷനുമാണ് കേട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ആദ്യം കയറിയത് ഈ പാത്രങ്ങൾ മാത്രമല്ല കേട്ടോ, നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് വില ചോദിക്കാനൊന്നുമില്ല കേട്ടോ. ഇവിടെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ആണ് വെച്ചിട്ടുള്ളത്. ഇത്ര ഇപ്പോൾ 70 രൂപ എന്നുള്ള ബോർഡ് കണ്ടില്ല, ആ 70 രൂപയുടെ വിലയുള്ള എന്തൊക്കെ സാധനങ്ങളാണോ ഉള്ളത് അതൊക്കെ ഈ ഭാഗത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ ഭാഗത്തും ഓരോ ബോർഡ് തൂക്കിയിട്ടുണ്ട്. അതിലുള്ള വിലയ്ക്ക് അനുസരിച്ചാണ് അതിൻ്റെ അടിയിൽ സാധനങ്ങൾ ക്രമീകരിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാ 70 രൂപ എന്ന് കണ്ടുകൊടുത്തതാണ് നമുക്ക് നല്ല നല്ല ബൗളുകളും പിന്നെ അടപ്പുള്ള പാത്രങ്ങളൊക്കെ കേട്ടോ. കണ്ടെയ്നറുകൾ, നമ്മുടെ അടുക്കളയ്ക്ക് ആവശ്യമുള്ള പാത്രങ്ങൾ മാത്രമല്ല ഉള്ളത്, അല്ലാതെയുള്ള ഉപകരണങ്ങളുണ്ട് കണ്ടോ. വലിയ വലിയ സ്ക്രൂ ഡ്രൈവർ അങ്ങനത്തെ എല്ലാം പാത്രങ്ങൾ മാത്രമായിട്ടല്ല കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടേക്ക് വിലയൊന്നും ചോദിക്കേണ്ടി വന്നില്ല. ഞാൻ വീഡിയോ എടുക്കട്ടെ ചോദിച്ചു, അവർ സമ്മതിക്കുകയും ചെയ്തു. പിന്നെ എന്താ വെച്ചാൽ സാധനങ്ങൾ ഞങ്ങൾ ആദ്യം നോക്കി ഞങ്ങൾക്ക് ആവശ്യമുള്ളത് വാങ്ങിയിട്ട് പിന്നെ ഇറങ്ങിയിട്ടാണ് കേട്ടോ, പിന്നെ കയറിയിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ വീഡിയോ എടുത്ത് തുടങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങോട്ട് തിരക്കായി. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി സ്പീഡ് കൂടിയോ ക്ലിയർ കുറവായോ ഇതൊന്നും എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും പോയിട്ട് ഇങ്ങനെ വാങ്ങുക. നല്ല ഭംഗിയുള്ള ചില്ല് ഗ്ലാസ്സുകളും കുപ്പി ഗ്ലാസ്സുകൾ, പിന്നെന്താ കപ്പുകൾ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഗിഫ്റ്റ് ഐറ്റംസ് പറഞ്ഞിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഇത്ര എമൗണ്ടിലുള്ള സാധനങ്ങൾ വാങ്ങിയാൽ ഗിഫ്റ്റ് കൊടുക്കണതായിരിക്കും. ഞാൻ ചോദിച്ചൊന്നുമില്ല, അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ താഴത്തൊക്കെ വലിയ വലിയ ബക്കറ്റുകളിൽ നമ്മുടെ ചായപ്പൊടിയും കാപ്പിപ്പൊടിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കണ ചെറിയ ചെറിയ ഡപ്പകളൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ. നമുക്കതൊക്കെ വാങ്ങാൻ തോന്നിപ്പോവും. എനിക്ക് കുറേ പാത്രങ്ങളൊക്കെ ആവശ്യമുണ്ട് ഇങ്ങനത്തെ അടപ്പുള്ളത്. പക്ഷേ ഇപ്പം ഒന്നും വാങ്ങണില്ല, എല്ലാം കണ്ടു വെച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ ഗ്ലാസ്സുകളൊക്കെ ഒന്നിന് 20 രൂപ വെച്ചിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ 20 രൂപയ്ക്ക് കിട്ടുന്നതാണ് ഈ കയ്യിലുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ. നമ്മുടെ മോപ്പിൽ വയ്ക്കാനുള്ള, തുടയ്ക്കുന്നതിന് വയ്ക്കാനുള്ള, പിന്നെ കയ്യിൽ ഒരുപാട് കാര്യങ്ങൾ ഇടകലർത്തിയിട്ടാണ് വെച്ചിരുന്നു കേട്ടോ. അത് വിലയ്ക്കനുസരിച്ച് വെച്ചതും കൊണ്ടാണ് അങ്ങനെ ഉള്ളത്. കണ്ടെയ്നർ സെറ്റൊക്കെ കൊടുക്കണം കേട്ടോ. മിക്സഡ് റേറ്റ്സ് പറഞ്ഞാൽ അത് ചിലത് 50 ആയിരിക്കും, ചിലത് 20 ആയിരിക്കും, ചിലത് 30 ആയിരിക്കും, അങ്ങനെയുണ്ട് ചില ഭാഗത്ത്. അതൊക്കെ ലോഷനുകളാണ് കേട്ടോ. പിന്നെ കുറച്ചൊന്നൊക്കെ സംഗതി നമുക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കൽ കാരണം ചോദിച്ച് മനസ്സിലാക്കാനോ, തിരക്ക് കാരണം ചോദിച്ച് മനസ്സിലാക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മനസ്സിലായ കാര്യങ്ങളൊക്കെയാണ് ഞാൻ അങ്ങനെ പറയണത് കേട്ടോ നിങ്ങളോട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും ഈ വീഡിയോയിൽ കൂടെ കാണുമ്പോൾ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ കാര്യം അതാണ്. അതൊക്കെ കണ്ടപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ വേണം തോന്നിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങളോടും പറയണത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതൊക്കെ അവിടെ പോയാൽ വാങ്ങിക്കോളി. നല്ല വില കുറവിൽ കിട്ടും. അതൊക്കെ ഫിൽറ്ററാണ് കേട്ടോ, വെള്ളം നല്ലത്
കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫിൽറ്ററാണ്. ഞാൻ കണ്ടുവച്ച് പോന്നിട്ടുള്ളത് 1 2 ഒന്നല്ല കേട്ടോ, കുറച്ച് സാധനങ്ങൾ കണ്ടുവച്ചിട്ട് അതിൻ്റെ വില അടക്കം നോക്കി മനസ്സിലാക്കിയിട്ടാണ് പോന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ഇഞ്ചി അരിയാനും പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെയും ക്യാരറ്റിൻ്റെ ഒക്കെ തൊലി കളയാനൊക്കെ ഉള്ള പീലറുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ 30 രൂപ എന്നാണ്, 30 രൂപ എന്ന് തന്നെയാണ് ഇവിടെ കണ്ടത് കേട്ടോ. ഇതൊക്കെ 30 രൂപയാണ് കൊടുക്കുന്നത്. 30 രൂപയിലാണ് ഓരോന്ന് എടുക്കുമ്പോൾ ഓരോന്നിനും 30 രൂപ അങ്ങനെയാണ്. അതാ മെഷീനിലേക്ക് എണ്ണ കൊടുക്കാനുള്ള കുപ്പി, ഇതെല്ലാം ഉണ്ട്. ആങ്കറുകൾ, പൈസ ഇട്ടയ്ക്കാനുള്ള പാത്രം, ഇതൊക്കെ 20 രൂപ തോതിലാണേ. മിക്സഡ് റേറ്റ് ഉള്ളത്, പല വിലകളുള്ളത് അവർ പ്രത്യേകം അവിടെ എഴുതി തൂക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഭാഗത്തെത്തുമ്പോൾ മാത്രമേ ഇതിന് എത്രയാണെന്ന് ചോദിക്കേണ്ട ഒരാവശ്യം വരുള്ളൂ. അല്ലെങ്കിലൊക്കെ നമുക്ക് വേണ്ടത് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തോന്നുന്നുണ്ടാവില്ല ഇവിടെ ആരും ഇല്ലേ കടയിൽ നിന്ന്. അങ്ങനെയല്ല കേട്ടോ, ഭയങ്കര തിരക്കായിരുന്നു. കടയിൽ നല്ല തിരക്കാണ്. ഇതൊക്കെ 20 രൂപയാണേ ഓരോന്നിനും. അച്ചുകളൊക്കെ ഉണ്ട് കേട്ടോ, പലതരം അച്ചുകൾ. നമ്മൾ എന്താ പറയുക, പലഹാരങ്ങൾ ഉണ്ടാക്കാനുള്ള അച്ചുകളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പ്രത്യേകമായിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് കത്രികയാണ്. എൻ്റെ തുണി കെട്ടണ കത്രിക പറ്റ മുറിച്ച പോയിട്ടുണ്ട്. അപ്പം 50 രൂപയാണ് അതിന് കേട്ടോ, വലിയ കത്രികയ്ക്കൊക്കെ. അപ്പം ഇനി പോകുമ്പോൾ അതൊക്കെ വാങ്ങണം എന്നിങ്ങനെ വിചാരിച്ചിട്ട് പോന്നിട്ടുണ്ട്. ഇതിലെ കുറേ കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നാലും ഞാൻ എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നണേ എനിക്കാവും മനസ്സിലാവാത്തത്. നിങ്ങൾക്കൊക്കെ വീഡിയോ കാണുമ്പോൾ അതൊക്കെ കണ്ടാൽ മനസ്സിലാവുണ്ടായിരിക്കും. കുറേയൊക്കെ മനസ്സിലാവും കേട്ടോ. മെഷീൻ നൂലൊക്കെ നമുക്കറിയാമല്ലോ കണ്ടാൽ. ചീർപ്പ് ഇതൊക്കെ 10 രൂപ എന്നാണ് അവിടെ എഴുതി തൂക്കിയിട്ടുള്ളത്. ഇത് നമ്മൾ പിരികമ്പളൊക്കെ ചെയ്യാനൊക്കെ ഉപയോഗിക്കില്ലേ, +2 ഡിസഷൻ ബോക്സ് ഓർമ്മ വരികയാണ് കേട്ടോ. അതിലുണ്ട് ഇങ്ങനൊരു സാധനം, കൂറേനെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എടുക്കണത്. അതൊക്കെ ഒരു സംഭവമായിരുന്നു. +2 പഠിക്കുമ്പോൾ കൂറകളുടെ പിന്നാലെ പോയി കുറേ എണ്ണത്തിനെ പിടിച്ച് കവറിലാക്കി സ്കൂളിൽ കൊണ്ടുപോകലൊക്കെ ഒരു രസമുള്ള കാലമായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഈ ഭാഗത്തൊക്കെ ആ മുകളിൽ കാണിക്കുന്ന സാധനങ്ങളല്ല, ഇതിൻ്റെ ഈ 10 രൂപ എന്ന് എഴുതി തൂക്കിയിട്ട താഴത്തുള്ള സാധനങ്ങൾക്കാണ് 10 രൂപ എന്ന് പറയുന്നത്. 10 രൂപയിലും കുറഞ്ഞ സാധനങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ. ചിലപ്പോൾ അത് 2 എണ്ണമായിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. പിന്നെ ഇതാ നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു ചില്ല് ഗ്ലാസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ വലിയ വലിയ പാത്രങ്ങൾക്കൊക്കെ എത്രയും വില എന്ന് ചോദിച്ചിട്ടില്ല. അതൊന്നും